ആഹാ, സ്വാമിമാരും മാളികപ്പുറമൊക്കെ എത്തിയോ? നന്നായി മക്കളെ, നന്നായി. ഇനി എന്ന് ഞങ്ങൾ രാവിലെ വൈകിട്ട് അമ്പലത്തിൽ. ഇനി 18-ാം പടി ചവിട്ടി അയ്യപ്പ സ്വാമിയുടെ ദർശനം കിട്ടിയിട്ടേ ഞങ്ങൾ ഈ കറുത്ത വസ്ത്രം മാറ്റത്തുള്ളൂ, അല്ലേ പാറൂസേ? അമ്മമ്മയുടെ അനുഗ്രഹവും പ്രാർത്ഥനയൊക്കെ എപ്പോഴും ഇല്ലേ കുഞ്ഞിന്റെ കൂടെ? മക്കള് പോയി ദർശനവും കിട്ടി, നല്ല അനുഗ്രഹവും മേടിച്ചോണ്ട് വായോ. എല്ലാ അനുഗ്രഹവും ഉണ്ടല്ലോ, എല്ലാം നന്നായി വരും മക്കളെ. സ്വാമി ശരണം. അല്ല, സ്വാമിമാര് ശബരിമലയ്ക്ക് എങ്ങനെ പോകാനാ പ്ലാൻ? ഞങ്ങള് വണ്ടി വിളിച്ചു പോകാനാ പ്ലാൻ ചെയ്തേക്കുന്നേ, അല്ലേ കേശ് സ്വാമി? സിദ്ധുസ്വാമി, ഓ, ഇപ്പൊ ബുക്ക് ചെയ്ത് കഴിഞ്ഞാ KSRTCക്ക് സീറ്റ് കിട്ടും. സത്യം പറഞ്ഞ ഭക്തരുടെ കൂടെ ശരണവും വിളിച്ച് ട്രാൻസ്പോർട്ടിൽ പോകുന്നതാണ് അതിന്റെ ഒരു സുഖം. പണ്ടൊക്കെ എല്ലാരും നടന്നാ പൊക്കിക്കൊണ്ടിരുന്നത്, ഇപ്പഴാ ബസ്സിനൊക്കെ കയറി എല്ലാരും പോകുന്നത്. അതെ ലജേജി, നാളെ രാവിലെ നമ്മള് നിർമ്മല്യം തോയാൻ വേണ്ടി അയ്യപ്പന്റെ അമ്പലത്തിൽ പോകും കേട്ടോ. മാളികപ്പുറം എണീക്കോ രാവിലെ? ഞാൻ ഇനി തൊട്ട് മാളയപ്പുറമല്ലേ, ഞാൻ രാവിലെ കണ്ടാ മതി. ലജേജി, എന്തായാലും ഈ പ്രാവശ്യം കന്നിസ്വാമി ഇല്ലാത്തോണ്ടേ കഞ്ഞി വീത്ത് നടന്നുണ്ടല്ലോ അല്ലേ? ചേച്ചി, ഞങ്ങള് വരുന്നവരേക്ക് ഒരാളെ കണ്ട്. ആരെ? നമ്മളെ ബാസ്യങ്ങള് അങ്കളെ നമ്മളെ കണ്ടിട്ട് ഒരേ പരാതി. എടാ, നീയൊക്കെ ശബരിമലയ്ക്ക് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്ത് മാലയൊക്കെ ഇട്ടിട്ട് നമ്മുടെ അടുത്ത് പറഞ്ഞില്ലല്ലോ, എന്നെ കൊണ്ടുപോകുന്നില്ലേ, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു. അവന്റെ പറച്ചിലേ ഉള്ളൂ, അവനെ കൊണ്ട് വ്രതം നോക്കാനൊന്നും പറ്റത്തില്ല. പണ്ട് ഇവിടുന്ന് ശബരിമല പോകുന്ന സമയത്തെ അവനെ ആവുന്ന വിളിച്ചതാ, അവൻ പറഞ്ഞു ഞാൻ വരുന്നില്ല, എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ലെന്ന്. സിദ്ധുസ്വാമി, നീങ്ക എപ്പോ ലാസ്റ്റാ ശബരിമല പോനീങ്ക? ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോ, എനിക്ക് ഓർമ്മ ശരിയാണെങ്കിൽ 8-ാം ക്ലാസ്. അതിനിപ്പോ സ്വാമിനെ നേരെ ഗൾഫിലേക്ക് തട്ടിയല്ലോ. ലച്ചൂസേ, അധികം കോമഡി വേണ്ട കേട്ടോ, സ്വാമിമാരാണേ. മോനെ, മണ്ഡലകാലം ആയതുകൊണ്ട് കെട്ട് നിറയ്ക്കാൻ ഗുരുസ്വാമിമാരെ കിട്ടാൻ ഭയങ്കര പാടായിരിക്കും. അതുകൊണ്ട് നേരത്തെ കാലത്തെയൊക്കെ ചോദിച്ചും പറഞ്ഞൊക്കെ വെച്ചേക്കണം. മുമ്മ, എല്ലാം മുൻകൂട്ടി കാണേണ്ട എന്റെ അയ്യപ്പ സ്വാമി എല്ലാം നടത്തി. உங்களுக்கு நல்ல சுடு சுடா இட்லி சாம்பாரும் ரெடி பண்ணி வச்சிருக்கேன், நீங்க வந்து சாப்பிடுங்க ஆறறதுக்கு முன்னாடி. ആന്റി, എനിക്ക് നല്ല വിശപ്പുണ്ട്. പാറുവേ വേണ്ട, മല കയറാനുള്ളതാണ്, ഒരു മിതത്തിലൊക്കെ വേണം. ചേട്ടനും മിതത്തിലൊക്കെ വേണം. ഞാൻ മാളയപ്പുറമാണ്. എന്നാലും വാ, സ്വാമിമാര് വാ, കേറ്. வாங்க. കേശ് സ്വാമി, ഓ ഇതാണ് സ്വാമി പാട്ടൊക്കെ കേട്ടിരിക്കണ. എടാ, ഞാൻ പറഞ്ഞില്ലേ പണ്ടങ്ങാണ്ടാണ് ഞാൻ ഈ ശബരിമലയ്ക്ക് പോയതേ. അപ്പൊ ഈ പോകുന്നതിന്റെ എക്സൈറ്റ്മെന്റിൽ ഇങ്ങനെ പാട്ടൊക്കെ കേട്ട് ആസ്വദിച്ചിരുന്നു വരാം. സ്വാമി, പിന്നെ നമുക്ക് കെട്ടിറക്കാനുള്ള സാധനമൊക്കെ മേടിക്കണ്ടേ? പിന്നെ മേടിക്കണം. കഴിക്കുന്നില്ല ഇപ്പൊ? കുറച്ചായിട്ട് കഴിക്കാടാ, വിശപ്പില്ല. സ്വാമി, നമ്മള് കഴിച്ചിട്ട് വേണം അവർക്കൂടെ കഴിക്കാൻ. അങ്ങനെ നമുക്ക് കഴിക്കാം. ലച്ചേച്ചേ, എന്താ സ്വാമി? ഒന്നുമില്ല, ഒരു കാര്യം പറയാൻ വിളിച്ചായിരുന്നു. ഞാനൊരു കാര്യം പറയാനാണ് ഇങ്ങോട്ട് വന്നത്. നിങ്ങൾ ശബരിമലയ്ക്ക് പോകുന്നതന്നേ ഉച്ചയ്ക്ക് സദ്യയും രാത്രി ഇഡ്ഡലി സാമ്പാറും മതിയോന്നാണ് കനകാന്റി ചോദിച്ചത്. പോരാ സ്വാമി. ചേച്ചി, സംഭവമൊക്കെ ഓക്കെ, എനിക്ക് അവർ രണ്ടുപേരുടെ കാര്യത്തിലും നല്ല വിശ്വാസമുണ്ട്. പക്ഷെ ചേച്ചിയുടെ കാര്യത്തിൽ അത്ര വിശ്വാസം പോരാ. അടുക്കളയിൽ കയറുമ്പോ കുളിച്ചിട്ടൊക്കെ കയറണേ. സ്വാമിയേ, കൂടുതൽ മനുഷ്യനെ കളിയാക്കല്ല കേട്ടാ. കേശ് സ്വാമി, നമുക്കേ വൈകിട്ട് അമ്പലത്തിൽ ഭജനയ്ക്ക് പോകണ്ട കേട്ടോ. പിന്നെ മറക്കല്ലേ? ഇല്ല സ്വാമി. പിന്നെ സ്വാമി, വൈകിട്ടത്തേന് നമുക്ക് കഞ്ഞിയും പേരും പോരെ? ചമ്മന്തി കൂടെ ഉണ്ടെങ്കിൽ സെറ്റ് ആയേനെ. പപ്പടം കൂടെ പൊരിക്കണം. ചേച്ചി, പിന്നെ ഓവറാക്കിയാണെന്ന് വിചാരിക്കരുത്. വൈകിട്ടത്തേന് വീട് മൊത്തം തുടച്ച് വൃത്തിയാക്കിട്ടെ കേട്ടാ. അതല്ലെങ്കിലും ഒന്നുകൂടെ ഒന്ന് തുടച്ച് വൃത്തിയാക്കണം മോനെ. ലജുസേ, പിന്നെ വൈകിട്ട് വിളക്ക് കത്തിക്കാൻ മറക്കരുത്. മറക്കാതിരിക്കാൻ പറഞ്ഞേ ഉള്ളൂ. ആയിക്കോട്ടെ. ചേച്ചി, പിന്നെ നമ്മളൊരു 5 മണിയാകുമ്പോഴത്തേനെ അമ്പലത്തിൽ പോകും കേട്ടാ. അപ്പൊ ഇപ്പൊ എന്തായാലും ഫുഡ് എടുക്കുക. പിന്നെ ഫുഡ് എടുക്കുമ്പോ പ്ലേറ്റ് ഒക്കെ വൃത്തിയാക്കി കൈ കിട്ടുകൊണ്ട് എടുക്കും കേട്ടാ. കേശുസ്വാമി, സിദ്ധുസ്വാമി, ഓർമ്മ വെച്ച കാലം തൊട്ടേ ഈ വീട്ടിൽ നിന്ന് ആൾക്കാർ ശബരിമലയ്ക്കൊക്കെ പോയത് ഞാൻ കണ്ടിട്ടുള്ളതാ, അല്ല അമ്മൂമ്മ? അതെ. പിന്നെ കൊച്ചിയിലെ ഞാനും കുറെ പോയിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടുത്തെ കാര്യങ്ങളും രീതികളൊക്കെ എനിക്കറിയാം. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ, അല്ലേ സ്വാമി? പിന്നെ ഈ വ്രതം എടുത്ത് മലയ്ക്ക് പോകാന്നൊക്കെ പറഞ്ഞാല് നമ്മുടെ മനസ്സിനും വീടിനും പിന്നെ ശരീരത്തിനും ഒക്കെ ഒരു റിഫ്രഷ്മെന്റ് കിട്ടുന്ന ഒരു പരിപാടിയാണ്. ആഹാ, മാളയപ്പുറത്ത് ഇടപെട്ട് പറഞ്ഞ ഞാൻ പുറത്തുണ്ടായിരുന്നു സ്വാമി. അടുത്ത കൊല്ലേ എനിക്കും നിങ്ങളുടെ കൂടെ ശബരിമല വരണം. അമ്മമ്മ പണ്ട് ശബരിമലയിൽ പോയിട്ടുണ്ടോ? കൊച്ചുനാളി ഒരു തവണ പോയിട്ടുണ്ട്. ആരുടെ കൂടെ?
അച്ഛനും അമ്മാവന്മാരും ഉണ്ടായിരുന്നു. അന്ന് എരുമേലി ചെന്നിട്ടാണ് ഞങ്ങൾ പോയത്. കന്നിസ്വാമിമാര് എരുമേലി ചെന്ന് പേട്ട തുള്ളിയിട്ടേ പോകാൻ പാടുള്ളൂ. അന്നൊക്കെ ആണെങ്കിൽ വഴിയെല്ലാം ഭയങ്കരമായിട്ട് കാട് പിടിച്ച് കിടക്കുക. ഒരുപാട് ദൂരം നടക്കാനും ഉണ്ട്. ഞങ്ങൾ എല്ലാവരും ശബരിമല പോയിട്ട് വരുന്നത് വരെ അമ്മയൊക്കെ പ്രാർത്ഥനയോടെ കാത്തിരിക്കും. ഭയങ്കര ദുർഘടം പിടിച്ച വഴിയല്ലയോ. കല്ലും മുള്ളും കാലിക്കുമെത്തെ എന്ന് പറഞ്ഞിട്ടൊരു നടത്തെ അങ്ങ് നടക്കും. ഇപ്പം വഴിയൊക്കെ കുറച്ച് പുരോഗമിച്ചിട്ടില്ലേ? സ്വാമിയേ ശരണയ്യപ്പ. സ്വാമിയേ ശരണയ്യപ്പ. ആ ചേച്ചി, അപ്പൊ നമ്മുടെ ഡ്രസ്സൊക്കെ നമ്മൾ തന്നെ കഴിവ് ബാക്കിൽ വിരിച്ചിട്ടുണ്ട്. അത് എടുത്തുകൊണ്ടൊന്ന് വെക്കണം. അതുപോലെ ലച്ചൂസേ, വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ പുറത്തൊന്ന് പൂ പറിച്ചു വെച്ചുകൂടെ? ഞങ്ങൾക്ക് അമ്പലത്തിൽ പോകുമ്പോ കൊണ്ട് കൊടുക്കായിരുന്നു. സിദ്ധുസ്വാമി, ചേച്ചി പൂ പറിക്കുമ്പോ പണ്ട് ഒത്തത്തില്ലേ? പെണ്ണേ, ലച്ചൂസേ, മാളികപ്പുറം സ്വാമിമാരെ മറക്കരുത് കേട്ടാ. സോറി.